എല്ലാവർക്കും നമസ്കാരം. ശരത് സാറാണ്. അപ്പോൾ നമ്മുടെ +1 മാത്തമാറ്റിക്സിലെ പരീക്ഷയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ക്വസ്റ്റ്യൻസ്, സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് വരുന്ന, എല്ലാ പബ്ലിക് എക്സാമിനും ആവർത്തിച്ചു വരുന്ന 3 ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. തീർച്ചയായിട്ടും കോണിക് സെക്ഷൻ എന്ന ചാപ്റ്ററിൽ നിന്നും ഉറപ്പായിട്ടും ഒരു 4 മാർക്ക് ഈസി ആയിട്ട് ഇങ്ങനെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ. മിക്കവാറും എലിപ്സോ അല്ലെങ്കിൽ ഹൈപ്പർബോളോ ആയിരിക്കും ക്വസ്റ്റ്യൻ. നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ, റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ ഫോസൈ, വെർട്ടിസസ്, ലെങ്ത് ഓഫ് മേജർ ആക്സിസ്, ലെങ്ത് ഓഫ് മൈനർ ആക്സിസ്, എസെൻട്രിസിറ്റി, ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം ഓഫ് ദ എലിപ്സ് x² / 25 + y² / 9 = 1. അപ്പോൾ എലിപ്സിന്റെ ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലായി. അപ്പോൾ ആദ്യമേ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു സംഗതി എന്താണ്? എലിപ്സിന്റെ ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ഏത് ടൈപ്പ് എലിപ്സ് ആണെന്ന് മനസ്സിലാക്കണം. ടൈപ്പ് 1 എലിപ്സിലാണോ ടൈപ്പ് 2 എലിപ്സ് ആണോ? എക്സിന്റെ താഴെയാണ് വലിയ സംഖ്യയെങ്കിൽ അത് ടൈപ്പ് 1 എലിപ്സ് ആയിരിക്കും. ഇവിടെ x² താഴെ 25, y താഴെ 9. എക്സിന്റെ താഴെ വലിയ സംഖ്യ, അപ്പൊ എക്സ് ആക്സിസ് മേജർ ആക്സിസ് ആയിട്ട് വരുന്ന എലിപ്സ് ആണ്. അതാണ് ഇങ്ങനെ നിൽക്കുന്ന എലിപ്സ് ആയിരിക്കും. ഓക്കെ, അതായത് ടൈപ്പ് 1 എലിപ്സ് ഇവിടെയാണ് ഫോക്കസ് വരിക. സോ ടൈപ്പ് 1 എലിപ്സിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്താണ്? x² / a² + y² / b² = 1. ഓക്കെ, അപ്പൊ തന്നിട്ടുള്ള ഇക്വേഷനുമായിട്ട് താരതമ്യപ്പെടുത്തിയാൽ a² സ്ഥാനത്ത് നിൽക്കുന്ന ആള് 25 ആണ്. a² = 25. b² സ്ഥാനത്ത് നിൽക്കുന്ന ആൾ 9. b² = 9. അവിടുന്ന് എയുടെ വില √25 5 കിട്ടും, ബിയുടെ വില √9 3 കിട്ടും. ഓക്കെ, ഇനി ഇതാണ് വെർട്ടിസസ് എന്ന് പറയുന്നത്. a, 0 ആണ്. അപ്പം ഇവിടെ 5 0, ഇവിടെ 5, ഇവിടെ -5, ഇവിടെ 3, ഇത് -3. ഇതാണ് എലിപ്സിന്റെ ഒരു ഏകദേശ ചിത്രം. ഇങ്ങനെയാണ് വരിക. ഓക്കെ, ഇനി നമ്മളോട് അവർ ആവശ്യപ്പെട്ടിരിക്കുന്ന 1 by 1 ആയിട്ട് കണ്ടുപിടിക്കാം. അപ്പൊ തീർച്ചയായിട്ടും ആദ്യമേ അവർ ആവശ്യപ്പെടുന്ന ഫോക്കസ് അഥവാ ഫോസൈ അല്ലെ, 2 ഫോക്കസുകളാണ്. അപ്പൊ തീർച്ചയായിട്ടും അതെങ്ങനെ കണ്ടുപിടിക്കും? ഫോസൈ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കൊരു സി വേണം അല്ലെ. സി എന്ന് പറയുന്നത് എലിപ്സിന്റെ കേസിൽ c = √a² - b² ആണ്. എലിപ്സിന്റെ കേസിൽ സി എന്താണ്? √a² - b² ആണ്. ഹൈപ്പർബോളയുടെ കേസിലാണെങ്കിൽ √a² + b² വരും. അപ്പൊ അത് തിരിഞ്ഞു പോരുത്, കറക്റ്റ് ആയിട്ട് പഠിക്കണം. c = √a² - b². നമ്മുടെ വിലകളെല്ലാം ഉണ്ട്, കൊടുത്താൽ മതി. √a² സ്ഥാനത്തോട്ട് 25 മൈനസ് b² സ്ഥാനത്തോട്ട് 9. 25 9 കുറച്ച് 16, √16 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4. അപ്പൊ സിയുടെ വില കിട്ടി 4. അപ്പൊ ഈ ഫോക്കസ് ഉണ്ട്, ഇത് ഫോക്കസ് ആണ്, ഇത് 4, ഇവിടെ -4 വരും. അപ്പൊ നമ്മളോട് അവർ ആദ്യം ആവശ്യപ്പെടുന്ന ഫോസൈ എന്ന് പറഞ്ഞാൽ ± c, 0 ആണ് ഫോക്കസ്, ± 4, 0. അപ്പൊ ആദ്യം ആവശ്യപ്പെട്ട സംഗതിയായി, ഫോസൈ ആയി. ഇനി അതിനുശേഷം വെർട്ടിസസ്. വെർട്ടിസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെർട്ടിസസ് എന്ന് പറഞ്ഞാൽ ± a, 0 ആണ്. ± a, 0. ഇവിടെ എയുടെ വില 5, അപ്പൊ ± 5, 0 അല്ലെ, ± 5, 0. വെർട്ടിസസ് ആയി. ഇനി അടുത്ത ആവശ്യപ്പെടുന്ന ലെങ്ത് ഓഫ് മേജർ ആക്സിസ് അല്ലെ. ഞാനിങ്ങനെ ഷോർട്ട് ആക്കി എഴുതുവാണ്, ലെങ്ത് ഓഫ് മേജർ ആക്സിസ്. ഓക്കെ, ലെങ്ത് ഓഫ് മേജർ ആക്സിസ് 2a ആണ്. നിങ്ങൾ പരീക്ഷയ്ക്ക് ഇങ്ങനെ എഴുതരുത്, നിങ്ങൾ പൂർണ്ണമായിട്ട് എഴുതണം. ലെങ്ത് ഓഫ് മേജർ ആക്സിസ് എന്ന് തന്നെ എഴുതണം. ഞാൻ ഒന്ന് ചുരുക്കി എഴുതുന്നുള്ളൂ. 2a ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 2 × എയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? 5 അല്ലെ. 2 × 5 10 ആണ് ലെങ്ത് ഓഫ് മേജർ ആക്സിസ്. ഇനി ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് എന്ന് പറയുന്നത് 2b ആണ്. 2 × ബിയുടെ സ്ഥാനത്തോട്ട് 3 അല്ലെ, 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 × 3 6 ആണ് ലെങ്ത് ഓഫ് മൈനർ ആക്സിസ്. പിന്നെ അവർ ആവശ്യപ്പെടുന്ന എസെൻട്രിസിറ്റി കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്താണ്? എസെൻട്രിസിറ്റി ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ സ്മോൾ ലെറ്റർ ഇ ആണ്. അത് c/a എന്ന ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നത്. സോ ദിസ് ഈസ് ഈക്വൽ ടു സിയുടെ സ്ഥാനത്തോട്ട്, സിയുടെ വില ഓൾറെഡി കണ്ടുപിടിച്ച സിയുടെ വില 4 ആണ്. അപ്പൊ 4 / എയുടെ സ്ഥാനത്തോട്ട് എന്ത് കൊടുക്കുക? 5 അല്ലെ, 4/5. ഇതാണ് എസെൻട്രിസിറ്റി എന്ന് പറയുന്നത്, 4/5. ഇനി ഫൈനലി അവർ ആവശ്യപ്പെടുന്ന ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം അല്ലെ.
ലാറ്റസ് റെക്റ്റത്തിന്റെ ലെങ്ത് ആണ്. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം എന്ന് പറയുന്നത് 2b²/a ആണ്. ഞാൻ എല്ലാ ഷോർട്ട് ഫോം ആണ് എഴുതിയേക്കുന്നത്. പരീക്ഷയ്ക്ക് നിങ്ങൾ എഴുതുമ്പോൾ പൂർണ്ണമായിട്ട് എഴുതണം കേട്ടോ. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം എന്ന് തന്നെ പൂർണ്ണമായിട്ട് എഴുതണം. 2b²/a ആണ് ഫോർമുല. എല്ലാ വാല്യൂസും നമ്മുടെ കയ്യിലുണ്ട്. 2 × b² സ്ഥാനത്തുണ്ട്. b² സ്ഥാനത്ത് 9, എയുടെ സ്ഥാനത്ത് 5 അല്ലെ. 2 × 9/5 18/5 ഓക്കെ ആണല്ലോ. 18/5 ആണ് ആൻസർ വരിക. അപ്പൊ അവർ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരവായി. 4 മാർക്കാണ് ഇതെല്ലാം എഴുതി വെക്കുന്നതിന്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത നോക്കാം. അടുത്ത ചോദ്യം ഇതും ഒരു 4 മാർക്സ് ഉറപ്പിക്കാവുന്ന ചോദ്യമാണ്. ഒന്നില്ലെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് ഫ്രം ഫസ്റ്റ് പ്രിൻസിപ്പിൾ. വൺ ഓഫ് ദ മോസ്റ്റ് പ്രഡിക്റ്റബിൾ ക്വസ്റ്റ്യൻ എന്ന് വിശേഷിപ്പിക്കാം. അത് സൈൻ ആവാം, കോസ് ആവാം, ടാൻ ആവാം. ഇത് ഏത് വേണമെങ്കിലും ചോദിക്കാം. സൈൻ എക്സ് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് ഫ്രം ഫസ്റ്റ് പ്രിൻസിപ്പിൾ. അപ്പൊ എന്താണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്? ദ ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്, ദാറ്റ് ഈസ് എഫ് ഡാഷ് എക്സ്, ഈസ് കാൽക്കുലേറ്റഡ് ബൈ യൂസിംഗ് ദ ഫോർമുല ലിമിറ്റ് h tending to 0 f of x plus h minus f of x divided by h. ഈ ഒരു ഇക്വേഷൻ ആണ്. നല്ല വൃത്തിയായിട്ട് പഠിച്ചു വെക്കണം. ഇത് എഴുതി വെച്ച ഒരു മാർഗമാണ്. എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എച്ച്. ഇതാണ് ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്. That is denoted as f dash x is equal to limit h tends to 0 f of x plus h minus f of x by h. ഓക്കെ നോക്കാം. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സിന്റെ സ്ഥാനത്ത് അവർ തന്നിരിക്കുന്ന സൈൻ എക്സ് ആണ്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ്. എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ് മാറിക്കൊണ്ട് എക്സ് പ്ലസ് എച്ച് ആയി. അപ്പൊ സൈനിനുള്ളിലും എക്സ് മാറ്റിക്കൊണ്ട് എക്സ് പ്ലസ് എച്ച് ആക്കണം. അപ്പൊ സൈൻ ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് വരും. ഓക്കെ ഇനി ഇതാണ്ട് ഇങ്ങോട്ട് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇപ്പൊ എന്ത് വരും? therefore എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ചിന്റെ സ്ഥാനത്ത് സൈൻ ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സിന്റെ സ്ഥാനത്ത് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ എച്ച്. ഓക്കെ മുകളിൽ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. സൈൻ എ മൈനസ് സൈൻ ബി അല്ലെ. എന്താണ് സൈൻ? ഇത് എ ആയിട്ട് എടുക്കാം, ഇത് ബി ആയിട്ട് എടുക്കാം അല്ലെ. സൈൻ എ മൈനസ് സൈൻ ബി ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി ആണ്. സൈൻ എ മൈനസ് സൈൻ ബി ഇസ് ഈക്വൽ ടു 2 cos a plus b by 2 sin a minus b by 2. ഓക്കെ അറിഞ്ഞിരിക്കണം, ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ്. അപ്പൊ അതിങ്ങോട്ട് അപ്ലൈ ചെയ്യാൻ പോവാണേ. ലിമിറ്റ് h ടെൻസ് ടു 0 2 cos എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എയുടെ സ്ഥാനത്ത് എക്സ് പ്ലസ് എച്ച് പ്ലസ് ബിയുടെ സ്ഥാനത്ത് എക്സ് ബൈ 2 സൈൻ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എയുടെ സ്ഥാനത്ത് എക്സ് പ്ലസ് എച്ച് മൈനസ് ബിയുടെ സ്ഥാനത്ത് എക്സ് ബൈ 2 ഹോൾ ബൈ എന്ത് കിടപ്പുണ്ട്? ഒരു എച്ച് ഉണ്ട്. ഓക്കെ ഹോൾ ബൈ എച്ച്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സംഭവം സെറ്റ് അല്ലേ? ഇനി എന്തൊക്കെ കേട്ടോ ഇവിടെ വെട്ടിക്കളയാൻ ഒരേ ഒരാളുണ്ട്. ഒരു പ്ലസ് എച്ച് മൈനസ് പ്ലസ് എക്സും മൈനസ് എക്സും കൂടെ കേട്ടോ. ക്ലിയർ? അങ്ങനെയാണ് അടുത്ത സ്റ്റെപ്പ് പറഞ്ഞേ. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 2 cos എക്സും എക്സും കൂട്ടി 2x പ്ലസ് എച്ച് ബൈ 2 ഇൻറ്റു ഇവിടെ ഒരു സൈൻ എച്ച് ബൈ 2 ഉണ്ട് അല്ലെ. സൈൻ എച്ച് ബൈ 2 ഉണ്ട്. ഇവിടെ എക്സും എക്സും വെട്ടിയാൽ ബാക്കി എച്ച് ബൈ 2 ആണ്. ഒരു അഡ്ജസ്റ്റ്മെന്റ് ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട്, ശ്രദ്ധിച്ചോണേ. ഹോൾ ബൈ ഒരു എച്ച് ഉണ്ട്, ഹോൾ ബൈ ഒരു എച്ച് ഉണ്ട്. അത് ഞാൻ ഈ സൈനിന്റെ താഴെ കൊടുക്കുക, സൈനിന്റെ താഴെ കൊടുക്കുക. പക്ഷെ സൈനകത്ത് എച്ച് ബൈ 2 ആണ്. താഴെ എച്ച് ബൈ 2 ഉണ്ടായിരുന്നെങ്കിൽ ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ തീറ്റ ബൈ തീറ്റ പ്രകാരം അത് 1 ആക്കാം. ശരിയല്ലേ? ഇങ്ങനെ ഒരു ഐഡന്റിറ്റി പഠിക്കുന്നില്ലയോ? ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ തീറ്റ ബൈ തീറ്റ എന്ന് പറഞ്ഞാൽ അത് 1 ആണ് അല്ലെ. ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ തീറ്റ ബൈ തീറ്റ എന്ന് പറഞ്ഞാൽ അത് 1 ആണ്. അപ്പൊ അത് പ്രകാരം 1 ആയിട്ട് എഴുതണം എന്നുണ്ടെങ്കിൽ ഈ തീറ്റയുടെ പൊസിഷൻ സെയിം ആയിരിക്കണം അല്ലെ. അപ്പൊ ഇവിടെ എച്ച് ബൈ 2 ആണ്. അപ്പൊ അത് താഴെയും കൂടെ ഒരു എച്ച് ബൈ 2 കൊണ്ടുവന്നാൽ ഇതിന്റെ ആൻസർ 1 ആയി പോകും. ശരിയാണല്ലോ? ചുമ്മാ എനിക്കൊരു ബൈ 2 കൊടുക്കാൻ പറ്റത്തില്ല. അത് ബാലൻസ് ചെയ്യാൻ ഞാൻ ഇവിടെ ഒരു ഇൻറ്റു 2 കൂടെ കൊടുക്കണം. ഇപ്പൊ കൊടുത്ത ഇൻറ്റു 2ഉം ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്ന 2ഉം കൂടെ വെട്ടാം. ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇതാണ്ട് ഈ കാണുന്ന സാധനത്തിന്റെ ആൻസർ
സൈൻ h/2 ഡിവൈഡഡ് ബൈ h/2 എന്ന് പറഞ്ഞ ആൻസർ എന്തായി മാറും? ഇത് 1 ആയിട്ട് മാറും. ശരിയാണല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ ചോദ്യം എങ്ങനെ മാറി? ലിമിറ്റ് h ടെൻസ് ടു 0. ഇനി എങ്ങനെ ലിമിറ്റ് കൊടുക്കുക? ലിമിറ്റ് എഴുതണം നിർബന്ധമില്ല. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇയാൾ 1 ആയിട്ട് മാറും. സൈൻ h/2 ബൈ h/2 1 ആയിട്ട് മാറും. ഇനി ബാക്കി h കാണുന്ന സ്ഥലത്തെല്ലാം 0 അല്ലെ? h കാണുന്ന സ്ഥലത്തോട്ട് 0 കൊടുത്താൽ കോസ് ഓഫ് 2x പ്ലസ് 0 ബൈ 2 എന്ന് വരും. ശരിയാണല്ലോ. ഈ 2ഉം ഇവിടെ 2ഉം വെട്ടിപ്പോയ കഥ നിങ്ങൾക്ക് മനസ്സിലായി. കോസ് ഓഫ് 2x പ്ലസ് എച്ചിന്റെ സ്ഥാനത്ത് 0 ബൈ 2 സൈൻ h/2 ബൈ h/2ന്റെ ഉത്തരം 1. ഈ റിസൾട്ട് പ്രകാരം. ഓക്കെ, ഇനി പറഞ്ഞേ കോസ് ഓഫ് 2xന്റെ കൂടെ 0 കൂട്ടി 2x ആണ്. താഴെ 2 ഉണ്ട്. 2ഉം 2ഉം വെട്ടി ആൻസർ എന്തായി? കോസ് x വരും ആൻസർ. ക്ലിയർ ആണല്ലോ. സോ സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് ഫ്രം ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എത്രയാണ്? കോസ് എക്സ്. ക്ലിയർ. അടിപൊളി ക്വസ്റ്റ്യൻ, ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ. നല്ലോണം ഒന്ന് എഴുതി പഠിച്ചേക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ചോദ്യം, ഇക്വേഷൻ ഓഫ് എ ലൈൻ ഇസ് 3x മൈനസ് 4y പ്ലസ് 10 ഇസ് ഈക്വൽ ടു 0. ഒരു ലൈൻ്റെ ഇക്വേഷൻ ആണ് 3x മൈനസ് 4y പ്ലസ് 10 ഇസ് ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ ചോദ്യത്തിന്റെ ആദ്യ ഭാഗം സ്ലോപ്പ് കണ്ടുപിടിക്കാനാണ്. ഓക്കെ, എങ്ങനെ കണ്ടുപിടിക്കാം സ്ലോപ്പ്? ശ്രദ്ധിച്ചിരിക്കുക. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് തന്നു കഴിഞ്ഞാൽ ഇപ്പോൾ 3x മൈനസ് 4y പ്ലസ് 10 ഈക്വൽ ടു 0, ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ നമ്മുടെ തന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് എങ്ങനെ സ്ലോപ്പ് കണ്ടുപിടിക്കാം? സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ്. സ്ലോപ്പ് ഇസ് ഈക്വൽ ടു മൈനസ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് വൈ. അതായത് എക്സിന്റെ കോഎഫിഷ്യന്റിനെ വൈയുടെ കോഎഫിഷ്യന്റ് കൊണ്ട് ഹരിക്കുന്നതാണ് സ്ലോപ്പ്. അതിനൊരു നെഗറ്റീവ് ചിഹ്നം കൂടെ കൊടുക്കണം, അത് മറന്നു വരുത്. സോ മൈനസ് എക്സിന്റെ കോഎഫിഷ്യന്റ്, എക്സിന്റെ കൂടെ നിൽക്കുന്ന സംഖ്യ 3, വൈയുടെ കോഎഫിഷ്യന്റ്, വൈയുടെ കൂടെ നിൽക്കുന്ന സംഖ്യ -4. ഈ മുകളിലുള്ള മൈനസ് ഫോർമുലക്കകത്തുള്ള മൈനസാണ്. ഈ താഴെ വന്ന മൈനസ് വൈയുടെ കൂടെയുള്ള മൈനസാണ്. അത് തെറ്റിക്കരുത്. മൈനസും മൈനസും വെട്ടി 3/4 ആണ് ഉത്തരം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പാർട്ടിന്റെ ആൻസറായി സ്ലോപ്പ് കിട്ടി. അപ്പോൾ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ ഏതൊരു സ്ട്രൈറ്റ് ലൈൻ ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിലും സ്ലോപ്പ് കണ്ടുപിടിക്കാൻ ഈ ഒരു ഐഡിയ ഉപയോഗിക്കാം. ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അല്ലെ, മൈനസ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് വൈ. ഇനി ബി പാർട്ടിൽ നമ്മളോട് എക്സ് ഇന്റർസെപ്റ്റും വൈ ഇന്റർസെപ്റ്റും കണ്ടുപിടിക്കാനാണ് പറയുന്നത് അല്ലെ. നമുക്ക് രണ്ട് രീതിയിൽ ആലോചിക്കാം. ഏറ്റവും ലളിതമായിട്ട് ആലോചിക്കണമെങ്കിൽ എക്സിന് 0 കൊടുത്താൽ നമുക്ക് വൈ ഇന്റർസെപ്റ്റ് കിട്ടും, വൈക്ക് 0 കൊടുത്താൽ എക്സ് ഇന്റർസെപ്റ്റ് കിട്ടും. അതിന്റെ ആവശ്യമുള്ളൂ എക്സ് ഇന്റർസെപ്റ്റും വൈ ഇന്റർസെപ്റ്റും കണ്ടുപിടിക്കാൻ. കാരണം എക്സ് ആക്സിസിലെ പോയിന്റിൽ വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും, വൈ ആക്സിസിലെ പോയിന്റിൽ എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും. അല്ലെങ്കിൽ ഇന്റർസെപ്റ്റ് ഫോമിലേക്ക് മാറ്റാം. -10 അപ്പുറം കൊണ്ടുപോയി ത്രൂ ഔട്ട് -10 കൊണ്ട് ഹരിച്ച് എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഇന്റർസെപ്റ്റ് ഫോമിലേക്ക് മാറ്റിയതിനു ശേഷം എക്സിന്റെ താഴെ നിൽക്കുന്ന ആള് എക്സ് ഇന്റർസെപ്റ്റ്, വൈയുടെ താഴെ നിൽക്കുന്ന ആള് വൈ ഇന്റർസെപ്റ്റ്. ആ രീതിയിലും ആലോചിക്കാം. ഞാൻ ആദ്യം പറഞ്ഞ വഴി ഉപയോഗിക്കുകയാണ്. കാരണം റെഡ്യൂസ് ടു അല്ലെങ്കിൽ റെഡ്യൂസ് ടു ഇന്റർസെപ്റ്റ് ഫോം എന്ന് അവർ പറയുന്നില്ല. എക്സ് ആൻഡ് വൈ ഇന്റർസെപ്റ്റ് കണ്ടുപിടിക്കാൻ അവർ ആവശ്യപ്പെടുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ഇതാണ്. 3x മൈനസ് 4y പ്ലസ് 10 ഈക്വൽ ടു 0. എക്സ് ഇന്റർസെപ്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ വൈക്ക് 0 കൊടുക്കുക. പുട്ട് വൈ ഇസ് ഈക്വൽ ടു 0. വൈക്ക് 0 കൊടുത്താൽ 4y പൂർണ്ണമായി 0 ആയി പോകും. അതായത് 3x പ്ലസ് 10 ഈക്വൽ ടു 0 എന്ന് വരും. 3x ഈക്വൽ ടു -10 വരും. x ഈക്വൽ ടു -10/3. അപ്പൊ ഇതാണ് എക്സ് ഇന്റർസെപ്റ്റ് അല്ലെ. എക്സ് ഇന്റർസെപ്റ്റ് -10/3. ഇനി വൈ ഇന്റർസെപ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കും? വൈ ഇന്റർസെപ്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ പുട്ട് എക്സ് ഈക്വൽ ടു 0 അല്ലെ. എക്സ് 0 ആയ 3x 0 ആയി. ബാക്കി -4y പ്ലസ് 10 ഈക്വൽ ടു 0. -4y പ്ലസ് 10 ഇപ്പുറം വരുമ്പോൾ ഈക്വൽ ടു -10. മൈനസും മൈനസും വെട്ടിയാൽ y ഈക്വൽ ടു 10/4. കട്ട് ചെയ്താൽ 5/2. ഓക്കെ, അപ്പം എക്സ് ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ -10/3. വൈ ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 5/2. ഓക്കെ, അത് എടുത്തെഴുതി വെക്കണം. therefore നമ്മുടെ എക്സ് ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അത് -10/3 ആണ്. വൈ ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അത് എത്രയാണ്? 5/2 ആണ്. ഇതൊരു വഴിയാണ് ഇന്റർസെപ്റ്റ് കണ്ടുപിടിക്കാൻ. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ വഴി ഉപയോഗിക്കാം. അതും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കാം. നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ ഇതാണ്. 3x മൈനസ് 4y പ്ലസ് 10 ഈക്വൽ ടു 0. നമുക്കറിയാം ഇന്റർസെപ്റ്റ് ഫോം എന്ന് പറയുന്നത് എന്താണ്? ഒരു ലൈനിന്റെ പല ഫോംസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്.
ഇന്റർസെപ്റ്റ് ഫോം പഠിച്ചിട്ടുണ്ട്, പോയിന്റ് സ്ലോപ്പ് ഫോം പഠിച്ചിട്ടുണ്ട്, 2 പോയിന്റ് ഫോം പഠിച്ചിട്ടുണ്ട്, പിന്നെ സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം പഠിച്ചിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾ പഠിച്ച ഫോംസാണ്. അപ്പൊ അതിനകത്തെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോമാണ് ഇന്റർസെപ്റ്റ് ഫോം അഥവാ x/a പ്ലസ് y/b ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഇന്റർസെപ്റ്റ് ഫോം. അതിന്റെ എക്സിന്റെ താഴെ നിൽക്കുന്ന സംഖ്യയാണ് എക്സ് ഇന്റർസെപ്റ്റ്, വൈയുടെ താഴെ നിൽക്കുന്ന സംഖ്യയാണ് വൈ ഇന്റർസെപ്റ്റ്. ഓക്കെ, ഈ രൂപത്തിലേക്ക് മാറ്റിയിട്ട് ചെയ്യാം. അപ്പൊ അതിനുവേണ്ടി ഈ +10 അപ്പുറം കൊടുത്താൽ 3x - 4y ഈക്വൽ ടു -10 എന്ന് വരും. ഇനി നമ്മുടെ വലതുവശത്ത് റൈറ്റ് ഹാൻഡ് സൈഡ് 1 അപ്പൊ 1 വരുത്താൻ വേണ്ടി -10 കൊണ്ട് പൂർണ്ണമായി ഹരിച്ചു കഴിഞ്ഞാൽ 3x/-10 -4y/-10 -10നെ -10 കൊണ്ട് ഹരിച്ച് 1. ഓക്കെ, ഇനി എക്സിന്റെ താഴെ ആക്കണം. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഇങ്ങനെ ആക്കുന്നു, -10/3 എന്നാക്കും. ഈ ഒരു സ്റ്റെപ്പ് എല്ലാവർക്കും ഓക്കെ എന്ന് വിചാരിക്കുന്നു. എക്സിന്റെ കൂടെ നിൽക്കുന്ന 3 ഈ -10ന്റെ താഴെ കൊടുക്കാൻ പറ്റും. എങ്ങനാ? റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ. തിരിച്ചിട്ട് ഗുണിക്കുമ്പോൾ ഈ 3 നേരെ മുകളിൽ പോയി എക്സിന്റെ കൂടെ നിൽക്കും. ശരിയല്ലേ? ഇനി ഈ 2 മൈനസുകൾ ചേർന്ന് പ്ലസ് ഈ വൈയുടെ കൂടെ നിൽക്കുന്ന 4നെ 10ന്റെ താഴെ കൊടുക്കാം, നേരത്തെ പറഞ്ഞ രീതി അനുസരിച്ച്, ഈക്വൽ ടു 1. ഈ 2 മൈനസുകൾ ചേർന്ന് പ്ലസ് ആയ കഥയും ഈ വൈയുടെ കൂടെ നിൽക്കുന്ന 4 10ന്റെ താഴെ വന്ന കഥയും പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. റെസിപ്രോക്കൽ വ്യുൽക്രമം കൊണ്ട് ഗുണിക്കുമ്പോൾ 4 നേരെ മുകളിൽ പോകും. ശരിയാണല്ലോ? ഇനി നമ്മുടെ സ്റ്റാൻഡേർഡ് രൂപം x/a പ്ലസ് y/b ഈക്വൽ ടു 1 ആണ്. അതുമായി താരതമ്യപ്പെടുത്തിയാൽ എക്സിന്റെ താഴെ നിൽക്കുന്ന സംഖ്യ a, അതാണ് എക്സ് ഇന്റർസെപ്റ്റ് അല്ലെ? അപ്പൊ എക്സ് ഇന്റർസെപ്റ്റ് a ഈസ് ഈക്വൽ ടു -10/3 എന്ന് കിട്ടും. y ഇന്റർസെപ്റ്റ് b ഈസ് ഈക്വൽ ടു എന്താണ്? 10/4. അത് കട്ട് ചെയ്താൽ എന്ത് കിട്ടും? 5/2. ഇങ്ങനെ വേണമെങ്കിൽ എന്ത് കണ്ടുപിടിക്കാം? ഇന്റർസെപ്റ്റ് കണ്ടുപിടിക്കാം. യുവർ ചോയ്സ്. അപ്പൊ ഏതാണ് നിങ്ങൾക്ക് എളുപ്പം ആ രീതിയിൽ കണ്ടുപിടിക്കാം. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. സോ ഇതേപോലെ വേറെ പ്രദമായ ചോദ്യങ്ങളുടെ കളക്ഷനുമായിട്ട് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ടാറ്റാ ബൈ ബൈ, സീ യു.